ഇതൊരു ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത പ്ലാസ്മിഡ് അഥവാ ക്ലോണിംഗ് വെക്ടറിൻ്റെ പിക്ചറാണ്. സോ ഒരു ഇക്കോളൈ ക്ലോണിംഗ് വെക്ടറാണിത്. PBr322. അതിൽ ഞാൻ പറഞ്ഞിരുന്നു പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്മിഡ്, BR എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിച്ച ആൾക്കാർ, ബൊളീവർ, ബി എന്ന് പറഞ്ഞാൽ ബൊളീവർ, ആർ എന്ന് പറഞ്ഞാൽ റോഡ്രിഗ്യൂസ്. സോ ബൊളീവർ ആൻഡ് റോഡ്രിഗ്യൂസ് ആണ് ഈ പ്ലാസ്മിഡ് വെക്ടർ കണ്ടുപിടിച്ചത്. ഇക്കോളയിലുള്ള ഈ ക്ലോണിംഗ് വെക്ടർ PBr322 എന്നാണ് അതിൻ്റെ പേര്. ഇതൊരു ആർട്ടിഫിഷ്യലി കൺസ്ട്രക്ട് ചെയ്ത പ്ലാസ്മിഡാണ്. ഇക്കോളയുടെ തന്നെ ഒരു പ്ലാസ്മിഡ് ഉണ്ട്, കോൾ-E1 എന്ന് പറഞ്ഞൊരു പ്ലാസ്മിഡ്. സോ ഇക്കോളയുടെ കോൾ-E1 എന്ന് പറഞ്ഞ പ്ലാസ്മിഡിലേക്ക് 3 പുതിയ ജീനുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള PBr322 എന്ന് പറഞ്ഞ ക്ലോണിംഗ് വെക്ടർ ഇക്കോളയ്ക്ക് വേണ്ടി കൺസ്ട്രക്ട് ചെയ്തത്. സോ ഇക്കോളയുടെ തന്നെ കോൾ-E1 എന്ന് പറഞ്ഞ പ്ലാസ്മിഡിലേക്ക് 3 ജീൻസുകൾ ആഡ് ചെയ്തു. അത് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, അതുപോലെ 2 ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസുകൾ, ആംഫിസിലിനും ടെട്രാസൈക്ലിനും. അങ്ങനെ 3 ജീനുകൾ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ PBr322 എന്ന് പറഞ്ഞ ആർട്ടിഫിഷ്യലി ഉള്ള ആ ക്ലോണിംഗ് വെക്ടർ കൺസ്ട്രക്ട് ചെയ്തത്. സോ PBr322 എന്ന് പറഞ്ഞ വെക്ടറിലുള്ള പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അതിന് ക്ലോണിംഗ് സൈറ്റുകൾ നമുക്ക് കാണാം. സോ ഈ പിങ്ക് കളർ കാണാം, BAM-H1. സോ BAM-H1ൻ്റെ ആ റെക്കഗ്നേഷൻ സീക്വൻസ് ആണ്. പിന്നെ അതെ SAL1, അത് വേറൊരു റെസ്ട്രിക്ഷൻ എൻസൈമിനുള്ള റെക്കഗ്നേഷൻ സീക്വൻസ്. അതുപോലെ HIND3 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമിനുള്ള റെക്കഗ്നേഷൻ സീക്വൻസ്, CLA1, അതുപോലെ EcoR1, PVU1, PST1, PVU2. സോ ഇത്രയും റെസ്ട്രിക്ഷൻ എൻസൈംസിന് വേണ്ട ഓരോ റെക്കഗ്നേഷൻ സീക്വൻസുകളും ഈ പറഞ്ഞ PBr322 ഉണ്ട്. സോ എന്തൊക്കെ റെസ്ട്രിക്ഷൻ സൈറ്റുകൾ അല്ലെങ്കിൽ റെക്കഗ്നേഷൻ സൈറ്റുകളാണെന്ന് നോക്കി, BAM-H1, SAL1, PVU2, അതുപോലെ ഇത് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ORI അഥവാ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, PST1, PVU1, EcoR1, CLA1, HIND3. ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെ റെസ്ട്രിക്ഷൻ സൈറ്റുകൾ അഥവാ റെക്കഗ്നേഷൻ സൈറ്റുകൾ ഈ PBr322 അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ക്ലോണിംഗ് വെക്ടറിന് വേണ്ട ആദ്യത്തെ പ്രത്യേകത നമ്മൾ എന്താ പറഞ്ഞത്, ORI, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ ORI ആണ് എത്ര കോപ്പി നമ്പർ ഉണ്ട്, നമ്മൾ ലിങ്ക് ചെയ്യുന്ന DNA എത്ര കോപ്പി വേണമെന്ന് കൺട്രോൾ ചെയ്യുന്നത് ഈ ORI ആണ്. റെപ്ലിക്കേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഈ ORI ആണ്. സോ നമ്മുടെ ORI ഉണ്ട് ഈ ക്ലോണിംഗ് വെക്ടറിൽ. പിന്നെ നമ്മൾ പറഞ്ഞു സെലക്റ്റബിൾ മാർക്കർ ഉണ്ടായിരിക്കണം ഒരു ക്ലോണിംഗ് വെക്ടറിൽ. സെലക്റ്റബിൾ മാർക്കർ നോക്കി, BAM-H1ൻ്റെ ഇപ്പുറത്തായിട്ട് ആ BAM-H1 എന്ന് പറഞ്ഞ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെ ആ റെസ്ട്രിക്ഷൻ സൈറ്റിൽ ഒരു ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീൻ ഉണ്ട്. അതുപോലെ PVU1 ആൻഡ് PST1 അതിൻ്റെ സൈഡിൽ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനും ഉണ്ട്. അപ്പോൾ 2 സെലക്റ്റബിൾ മാർക്കറുകളുണ്ട്, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻറ്റ്, ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ്. സോ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ക്ലോണിംഗ് വെക്ടറിൽ വന്നു നമ്മൾ പറഞ്ഞൊരു ഫീച്ചർ. രണ്ടാമത് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ജീനുകൾ വന്നു, ടെട്രാസൈക്ലിനും ആംഫിസിലിനും. മൂന്നാമത് നമ്മൾ പറഞ്ഞത് ക്ലോണിംഗ് സൈറ്റുകൾ വേണമെന്നാണ്. സോ ആ ക്ലോണിംഗ് സൈറ്റുകൾ കുറേ ക്ലോണിംഗ് സൈറ്റുകളുണ്ട്. BAM-H1, SAL1, PVU1, PVU2, PST1, PVU1, EcoR1, CLA1, HIND3. എല്ലാ റെസ്ട്രിക്ഷൻ എൻസൈമിൻ്റെയും അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ എൻസൈംസിൻ്റെയും റെസ്ട്രിക്ഷൻ സൈറ്റുകൾ ഓരോ എണ്ണേ ഉണ്ടാവുള്ളൂ. അതാണ് പറഞ്ഞത് പ്രിഫറബിളി ക്ലോണിംഗ് സൈറ്റ് വെരി ഫ്യൂ, അല്ലെങ്കിൽ ഓരോന്നിൻ്റെയും ഒരെണ്ണം സിംഗിളായിട്ട് ഒരു റെസ്ട്രിക്ഷൻ സൈറ്റ് ഓരോ എൻസൈമിനും ഉണ്ടാവാൻ പാടുള്ളതുള്ളൂ. സോ ആ 3 ഫീച്ചറും ഈ പറഞ്ഞ ക്ലോണിംഗ് വെക്ടർ ഇക്കോളയുടെ PBr322 എന്ന് പറഞ്ഞ വെക്ടറിലുണ്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഈ PBr322 എന്ന് പറഞ്ഞ ക്ലോണിംഗ് വെക്ടറിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ, സോ ഫോറിൻ DNA സപ്പോസ് നമ്മൾ ലൈഗേറ്റ് ചെയ്യുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കാം. എവിടെ? ഈ BAM-H1 എന്ന് പറഞ്ഞ സൈറ്റിലാണ് നമ്മൾ ഒരു ഫോറിൻ DNA ലൈഗേറ്റ് ചെയ്യുമെങ്കിൽ, ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യണത് ഈ BAM-H1 എന്ന് പറഞ്ഞ ഒരു സൈറ്റിലാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇവിടെ റീകോമ്പിനൻറ്റ് പ്ലാസ്മിഡ് ഇവിടെ ആ DNA ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ BAM-H1 സൈറ്റിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി നഷ്ടപ്പെടും. കാരണം ഇൻസേർഷൻ ഓഫ് എ ഫോറിൻ DNA.
സോ ഒരു ഫോറിൻ DNA അല്ലെങ്കിൽ ഏലിയൻ DNA ഈ BAM-H1 ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടെട്രാസൈക്ലിൻ എബിലിറ്റി ഈ വെക്ടറിന് നഷ്ടപ്പെടും, റീകോംബിനന്റ് പ്ലാസ്മിഡുകൾക്ക് നഷ്ടപ്പെടും. അതുപോലെ ഇവിടെയാണ് ഈ PVU1 PST1 ഇവിടെയാണ് ഒരു ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഈ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റിയും നഷ്ടപ്പെടും. സോ എവിടെയാണ് അത് ഇൻസേർട്ട് ചെയ്യണമെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഈ സെലക്റ്റബിൾ മാർക്കർ, ട്രാൻസ്ഫോംഡ് ആയവരെയും നോൺ ട്രാൻസ്ഫോംഡ് ആയവരെയും അല്ലാത്തവരെയും നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് നമുക്ക് സെലക്റ്റബിൾ മാർക്കർ. സോ നമ്മൾ ഒരു എക്സാമ്പിൾ പറയാണ്, നമ്മുടെ BAM-H1 എന്ന് പറഞ്ഞ സൈറ്റിൽ, റെസ്ട്രിക്ഷൻ സൈറ്റിൽ ഒരു ഫോറിൻ DNA നമ്മൾ ലൈഗേറ്റ് ചെയ്തു, ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഈ PBr322 നഷ്ടപ്പെട്ടു. സോ റീകോംബിനന്റ് പ്ലാസ്മിഡ് ലൂസ് ദ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഡ്യൂ ടു ഇൻസേർഷൻ ഓഫ് ഫോറിൻ DNA ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഈ എബിലിറ്റി, ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ എബിലിറ്റി ഈ BAM-H1 അടുത്ത അതിൻ്റെ സൈറ്റിലുള്ളതായതുകൊണ്ട് ആ സൈറ്റിൽ തന്നെ ഈ എബിലിറ്റി ഉണ്ട്, ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എബിലിറ്റി ഉള്ളതുകൊണ്ട് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എബിലിറ്റി നഷ്ടപ്പെടുന്നു. എന്നിരുന്നാലും ഇതിൽ നമുക്ക് ട്രാൻസ്ഫോംഡ് ആയവരെ നമുക്ക് സെലക്ട് ചെയ്യാം, സ്റ്റിൽ നമുക്ക് സെലക്ട് ചെയ്യാം നോൺ റീകോംബിനൻ്റ് ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ഇവിടെ ഒരു DNA ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ റീകോംബിനേഷൻ നടന്നു. എന്നാൽ ഇതിൽ നോൺ റീകോംബിനൻസിൽ നിന്ന് റീകോംബിനൻസിനെ നമുക്ക് സെലക്ട് ചെയ്യാം. ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ എബിലിറ്റി നഷ്ടപ്പെട്ടാലും നമുക്ക് നോൺ റീകോംബിനൻറ്റിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ റീകോംബിനൻറ്റ് പ്ലാസ്മിഡുകളെ നമ്മൾ എവിടെ ആംഫിസിലിനുള്ള ഒരു മീഡിയയിൽ വളർത്തും. സോ നോൺ റീകോംബിനൻസിനെ നമ്മൾ സെലക്ട് ചെയ്യും ബൈ പ്ലേറ്റിംഗ് ദ ട്രാൻസ്ഫോമൻസ്. ഇവിടെ നമ്മൾ DNA ഇൻസേർട്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമൻസ് ഉണ്ടായിട്ടുണ്ട്, റീകോംബിനേഷൻ നടന്നിട്ടുണ്ട്. അവരെ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ഈ റീകോംബിനൻറ്റ് പ്ലാസ്മിഡുകളെ നമ്മൾ അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു, ആംഫിസിലിനുള്ള മീഡിയയിൽ വളർത്തും. ബിക്കോസ് ഈ പ്ലാസ്മിഡിൻ്റെ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി നഷ്ടപ്പെട്ടിട്ടില്ല, കാരണം അവിടെ DNA ഇൻസേർട്ടഡ് അല്ല. ഇവിടുത്തെ ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ എബിലിറ്റി മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ, ബിക്കോസ് അവിടെ DNA ഇൻസേർട്ടഡ് ആയതുകൊണ്ട്. സോ നമുക്ക് ഈ നോൺ റീകോംബിനേഷൻ നടക്കാത്തത് ആർക്കാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ആംഫിസിലിനുള്ള മീഡിയനെ ഇതിൽ വളർത്താൻ നോക്കും. അപ്പോൾ ട്രാൻസ്ഫോംഡ് ആയവർ ആംഫിസിലിൻ എന്ന് പറഞ്ഞ മീഡിയയിൽ വളരും. സോ ട്രാൻസ്ഫോമൻസ് ഗ്രോയിങ് ഓൺ ആംഫിസിലിൻ കണ്ടെയ്നിങ് മീഡിയം, കാരണം അവിടെ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി ഉള്ളതുകൊണ്ട് ആ ട്രാൻസ്ഫോമൻസിനൊക്കെ ധൈര്യമായിട്ട് ആംഫിസിലിനെ റെസിസ്റ്റ് ചെയ്ത് വളരാനുള്ള കഴിവുണ്ട്. സോ ട്രാൻസ്ഫോമൻസ് ഒക്കെ ആംഫിസിലിനുള്ള മീഡിയയിൽ വളരുന്നു. എന്നിട്ട് ആ വളർന്ന ട്രാൻസ്ഫോമൻസിനെ നമ്മൾ വീണ്ടും ടെട്രാസൈക്ലിനുള്ള മീഡിയയിലേക്ക് വളർത്താൻ ശ്രമിക്കുന്നു, ടെട്രാസൈക്ലിനിലേക്ക് അതിനെ വളർത്തുന്നു, ഗ്രോ ചെയ്യുന്നു. സോ റീകോംബിനൻസ്, ആംഫിസിലിനിൽ വളർന്ന റീകോംബിനൻസ് ടെട്രാസൈക്കിളിന് വളരില്ല. ബിക്കോസ് ആംഫിസിലിൻ വളർന്ന റീകോംബിനൻസിന് ഈ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന എബിലിറ്റി ഉള്ളത് കൊണ്ട് അത് ആംഫിസിലിനുള്ള മീഡിയയിൽ റെസിസ്റ്റ് ചെയ്ത് വളരുന്നു. പക്ഷേ അതിൻ്റെ റീകോംബിനൻസിൻ്റെ ടെട്രാസൈക്ലിൻ്റെ എബിലിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്, ബിക്കോസ് അവിടെയാണ് DNA ഇൻസേർട്ടഡ് ആയിട്ട് റീകോംബിനൻ്റ് ആയത്. സോ ഈ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എബിലിറ്റി നഷ്ടപ്പെട്ടത് കൊണ്ട് ആംഫിസിലിന് വളർന്ന റീകോംബിനൻസ് ടെട്രാസൈക്കിൾ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അവരവിടെ വളരുകയില്ല. സോ നോൺ റീകോംബിനൻസ്, ഇതിൽ റീകോംബിനേഷൻ നടക്കാത്തവർ ആംഫിസിലിൻ മീഡിയത്തിലിട്ടാലും ടെട്രാസൈക്ലിൻ മീഡിയത്തിലിട്ടാലും അവർ വളരും. കാരണം എന്താ, നോൺ റീകോംബിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ DNA ഇൻസേർഷൻ നടന്നിട്ടില്ല. സോ അവരിൽ ആംഫിസിലിൻ റെസിസ്റ്റൻസ് എബിലിറ്റിയും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും, ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എബിലിറ്റിയും അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ടാവും. സോ നോൺ റീകോംബിനൻസ് അല്ലെങ്കിൽ നോൺ ട്രാൻസ്ഫോമൻസ് എന്ത് ചെയ്യും, ആംഫിസിലിൻ മീഡിയയിലും ടെട്രാസൈക്ലിൻ മീഡിയയിലും വളരും. എന്നാൽ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള കറക്റ്റ് റീകോംബിനൻസ് ആംഫിസിലിൻ മീഡിയത്തിൽ മാത്രമേ വളരുള്ളൂ. അതിനെ ആ ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ടെട്രാസൈക്കിൾ മീഡിയത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് അവിടെ വളരാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം അവർ റീകോംബിനേഷൻ നടന്ന് ട്രാൻസ്ഫോംഡ് ആയിട്ടുണ്ടെന്ന് അർത്ഥം. കാരണം അവിടെ റീകോംബിനേഷൻ നടന്നതുകൊണ്ട്, അവിടെ DNA ലൈഗേറ്റ് ചെയ്ത് ആ റീകോംബിനേഷൻ നടന്ന് ട്രാൻസ്ഫോംഡ് ആയതുകൊണ്ട് അവരെ ടെട്രാസൈക്ലിൻ എബിലിറ്റി നഷ്ടപ്പെട്ട് ആ ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ മീഡിയയിൽ റെസിസ്റ്റ് ചെയ്ത് വളരാനുള്ള കപ്പാസിറ്റി അവർക്ക് ഇല്ലാണ്ടായി. എന്നാൽ ആംഫിസിലിൻ മീഡിയത്തിൽ അവർക്ക് വളരാൻ പറ്റുകയും ചെയ്യും. ഈ കേസിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൻ്റെ 2 ജീനുകളാണ് എടുത്തേക്കണേ, അല്ലേ?
ആംഫിസിലിനും ടെട്രാസൈക്കിളും. ഇൻ ദിസ് കേസ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീന് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്തത്. എന്തിന്? ട്രാൻസ്ഫോമൻസിന് ആരൊക്കെയാണ് ട്രാൻസ്ഫോംഡ് ആയത് എന്ന് തിരിച്ചറിയാനായിട്ട് ഹെൽപ്പ് ചെയ്യാണ് ചെയ്തത്. അതിൽ ഒരു ആൻറ്റിബയോട്ടിക്, ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്തു? എന്തൊക്കെ ട്രാൻസ്ഫോംഡ് ആയി എന്ന് തിരിച്ചറിയാനായിട്ട്. അതേസമയം മറ്റേ ആൻറ്റിബയോട്ടിക്, ഏതാ ടെട്രാസൈക്ലിൻ എന്ന് പറഞ്ഞ അതർ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിന് ഇനാക്ടിവേറ്റഡ് ആയി. കാരണം എന്താ? ഡ്യൂ ടു ദ ഇൻസേർഷൻ ഓഫ് ഏലിയൻ DNA. നമ്മൾ DNA ഇൻസേർട്ട് ചെയ്തത് ഫോറിൻ DNA എവിടെയാണ്? ഈ ടെട്രാസൈക്ലിനുള്ള സ്ഥലത്താണ്. സോ ആ ആൻറ്റിബയോട്ടിക് എന്താ ചെയ്തു? ഇനാക്ടിവേറ്റഡ് ആയി. എന്നിട്ട് എന്തിനു സഹായിച്ചു? റീകോമ്പിനൻറ്റിന് ആരൊക്കെയാണ് റീകോമ്പിനൻ്റ് ആയി എന്നത് സെലക്ട് ചെയ്യാനായിട്ട് സഹായിച്ചു. സോ ഇവിടെ റീകോമ്പിനേഷൻ നടന്നു, ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സോ ഇവിടെ റീകോമ്പിനേഷൻ നടന്നതുകൊണ്ട് ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ എബിലിറ്റി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവരെ നമ്മൾ ആംഫിസിലിൻ എന്ന് പറഞ്ഞ മീഡിയത്തിൽ ഇട്ടപ്പോൾ അവർ വളർന്നു. ട്രാൻസ്ഫോംഡ് ആയവർക്കൊക്കെ ഈ എബിലിറ്റി അങ്ങനെ തന്നെ നിലനിൽക്കുന്നതുകൊണ്ട്, അതായത് ആംഫിസിലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എബിലിറ്റി അങ്ങനെ തന്നെ നിൽക്കുന്നതുകൊണ്ട് അവരൊക്കെ വളർന്നു. എന്നിട്ട് അവരെ വീണ്ടും ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ ഇട്ട് നോക്കിയപ്പോൾ എന്തായി? ആ ടെട്രാസൈക്ലിൻ മീഡിയത്തിൽ അവർ വളരാൻ പറ്റിയില്ല. കാരണം അവർ ടെട്രാസൈക്ലിൻ റെസിസ്റ്റൻസ് എബിലിറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ബിക്കോസ് DNA അവിടെ ഇൻസേർട്ടഡ് ആണ്. സോ ഇവിടെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനിൽ ആംഫിസിലിൻ എന്ന് പറഞ്ഞത് ട്രാൻസ്ഫോമൻസിനെ സെലക്ട് ചെയ്യാൻ സഹായിച്ചു. മറ്റേ ആൻറ്റിബയോട്ടിക് ടെട്രാസൈക്ലിൻ എന്ന് പറയുന്നത് ഇനാക്ടിവേറ്റഡ് ആയി. കാരണം ഫോറിൻ DNA ഇൻസേർട്ടഡ് ആയതുകൊണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് അത് റീകോമ്പിനൻസിനെ സെലക്ട് ചെയ്യാനായിട്ട് ഈ സെലക്റ്റബിൾ മാർക്കറായ ആൻറ്റിബയോട്ടിക്സുകൾ സഹായിക്കുന്നത്. ഇതൊരു ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്ത ഇക്കോളയുടെ ക്ലോണിംഗ് വെക്ടർ വെച്ചിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ പറഞ്ഞത്.